ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരൻ തന്നെ നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ക്യാബേജ് മുഴുവനായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതിന് വേണ്ട ആവശ്യത്തിന് ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയതും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും, ചുവന്ന മുളക്, പിന്നെ കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, പിന്നെ വറ്റൽ മുളകും ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽ മുളക് ചേർത്ത് അപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചതച്ച് വെച്ച ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി മുറിച്ച് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാബേജ് മുഴുവനായി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റുക. അപ്പോൾ ചെറുങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ കളറിന് വേണ്ടിയാണ് ക്യാബേജിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾക്ക് ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിന് ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ വെന്ത് വരുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, വേവാൻ വേണ്ടി മാത്രം. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ സാധാരണ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുക്കറിൽ പെട്ടെന്ന് നമുക്ക് ക്യാബേജ് തോരൻ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ക്യാബേജ് മുഴുവനായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടിയിലുള്ള മസാലയിലേക്ക് യോജിപ്പിക്കാം. ഇപ്പം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 വിസിലോളം വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. 2 വിസിലോളം വേവിച്ചാൽ മതിയാകും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.